ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. 50 ദിവസം കൊണ്ട്, ഇനി വരാൻ പോകുന്ന 50 ദിവസം കൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് എങ്ങനെ CMA USA എക്സാം മെയ് ജൂൺ വിൻഡോയിൽ പാസ്സാവുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് വൺ ഈസ് മെയിൻലി ഡെഡിക്കേറ്റഡ് ടു പാർട്ട് 2. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട് 1ൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ പാർട്ട് 2 എക്സാം മെയ് ജൂൺ വിൻഡോയിൽ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വെച്ചിട്ട് ഇനിയുള്ള ഡേയ്സ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ പാസ്സാകുന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഞാനിവിടെ ഒരു ആവറേജ് ടൈം ആയിരിക്കും പറയുന്നത്. മൈൻഡ് യു, ഓരോ സ്റ്റുഡൻസിനും ഒരു പഠിക്കുന്ന ടൈമിനും കോൺസെൻട്രേഷൻ എബിലിറ്റിക്കും IQ ലെവൽ എല്ലാം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പലർക്കും പല ടൈം ആയിരിക്കും എടുക്കുന്നത്. ചിലർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് പഠിക്കുന്നവർ കാണും, ചിലർ 3 മണിക്കൂർ പഠിക്കുന്നവർ കാണും. ബട്ട് ഞാനൊരു ആവറേജ് ലെവലിൽ മിനിമം നിങ്ങൾ എത്ര പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 16-നാണ്. ഞാൻ ഡേറ്റ് അപ്പം പ്ലാൻ ചെയ്യാൻ പോകുന്നത് April 17 മുതൽ നിങ്ങളൊരു ജൂൺ 5 മുതൽ 15 വരെ, ജൂൺ 5 to 15 ഇടയ്ക്കാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ 50-day പ്ലാൻ പറയുന്നത്. ഓക്കെ, സോ പാർട്ട് 2 ആണ്. പാർട്ട് 2 നമുക്കറിയാം 6 സെക്ഷൻസ് ഉണ്ട്. അതിൽ 4 സെക്ഷൻസ് പ്രോബ്ലമാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് വരുന്നതാണ്. 2 സെക്ഷൻസ് മെയിൻലി തിയറിയാണ്, ദാറ്റ് ഈസ് റിസ്ക് ആൻഡ് എത്തിക്സ്. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ സെക്ഷൻ എയിൽ നിന്നാണ്. പാർട്ട് 2 ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൻ എ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ദാറ്റ് ഈസ് റേഷ്യോസ്. കാരണം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, ഉത്തരങ്ങളൊക്കെ കണ്ടെത്താൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം കിട്ടും. അതുപോലെ തന്നെ പഠിക്കുന്നതിനൊരു മോട്ടിവേഷൻ കൂടും. ഇപ്പോൾ CMAൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ഉത്തരങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തെറ്റാണ് കിട്ടുന്നതെങ്കിൽ നമ്മളത് ഡീമോട്ടിവേറ്റ് ചെയ്യും, നമ്മുടെ മോട്ടിവേഷനെ വളരെയധികം താഴെ കൊണ്ടുപോവുകയും എക്സാമിനോട് തന്നെ ഒരു പേടി നമ്മളുടെ കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കിൽ തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ എന്നെ സംബന്ധിച്ച് പാർട്ട് 2 ഏറ്റവും നിങ്ങൾക്ക് രസകരമായിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ടോപ്പിക്ക് തീർച്ചയായിട്ടും റേഷ്യോസ് തന്നെയാണ് സെക്ഷൻ എ. സോ സെക്ഷൻ എക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഒരു മിനിമം നിങ്ങൾ 8 days, അത് 10 ആവാം കുഴപ്പമില്ല, നമുക്ക് മിനിമം ഒരു 8 days അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ടൈം എടുക്കാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യാം. സോ ഈ 10 days അല്ലെങ്കിൽ 8 days നിങ്ങൾ മെയിൻലി ചെയ്യേണ്ട കാര്യം ആദ്യത്തെ ഒരു 2 ദിവസം തീർച്ചയായിട്ടും കോൺസെപ്ച്വൽ ലേണിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ദാറ്റ് ഈസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ റേഷ്യോസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഈ റേഷ്യോസിൻ്റെ ഇക്വേഷൻസ് എന്താണ്, ആ ഒരു റേഷ്യോസിൽ ഇപ്പോൾ ഓരോ പോയിന്റ് വരുന്ന സമയത്ത് അത് എത്രത്തോളം ഇൻക്രീസ് ആയാലാണ് അഡ്വാൻറ്റേജ്, ഡിക്രീസ് ആയാലാണ് അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഏതൊക്കെ ഐറ്റംസ് ആണ് ഈ റേഷ്യോസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം തന്നെ ഫസ്റ്റ് 2 days ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതിനുശേഷം മാത്രം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മതി. അല്ലാതെ ഒരു റേഷ്യോ പഠിക്കുന്നു, ഓക്കെ കറണ്ട് റേഷ്യോ, ക്യാഷ് റേഷ്യോ, ഇക്വേഷൻ പഠിക്കുന്നു, നേരെ പോയി ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് ആ ഒരു ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോൺസെപ്റ്റും ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഓൾറെഡി നോട്ടും കാര്യങ്ങളും കാണും, ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്ത നോട്ട്സ് കാണും. പക്ഷേ പലപ്പോഴും അതിലൊക്കെ ഇക്വേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഇക്വേഷൻസിന് അപ്പുറത്തേക്ക് എന്തിനാണ് ഈ ഇക്വേഷൻ, ഇപ്പോൾ അസറ്റിൽ അറിയാലോ, ഒരു ക്യാഷ് റേഷ്യോനകത്ത് അക്കൗണ്ട്സ് പേബിൾ കൂടിയാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കോൺസെപ്ച്വൽ നോളജ് നോട്ട് ചെയ്ത് വെക്കുക. ആ കോൺസെപ്റ്റ് എല്ലാം തറവാക്കിയതിന് ശേഷം 3rd day മുതൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ലിവറേജ് റേഷ്യോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് റേഷ്യോസ് അങ്ങനെയുള്ള ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ റേഷ്യോസിൻ്റെയും കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോകും. ദാറ്റ് വിൽ ബി ദ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ എന്തായാലും മിനിമം 5 hours, ഈ പറഞ്ഞ ഒരു 8 ദിവസമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു 8 ദിവസവും മിനിമം 5 hours ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കണം. അത് ക്വസ്റ്റ്യൻ പ്രാക്ടീസിനാണെങ്കിലും അതുപോലെ കോൺസെപ്റ്റ് ലേണിങ്ങിനാണെങ്കിലും മിനിമം 5 hours സ്പെൻഡ് ചെയ്തിരിക്കണം, അതിലൊരു മാറ്റവും ഇല്ല. ആൻഡ് ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ കോൺസെപ്ച്വൽ ലേണിങ്ങിനാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഒരു 3-4 days കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരിക്കണം. നിങ്ങൾ ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള സോഫ്റ്റ്വെയർ ഏതാണോ ആ സോഫ്റ്റ്വെയറുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കൺഫേം ആയിട്ട് ചെയ്തിരിക്കണം. അതിപ്പോൾ ഹോക്ക് ഉണ്ടെങ്കിൽ ഹോക്ക്, വൈലി ആണെങ്കിൽ വൈലി, ഗ്ലൈമ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടാവോ അതെല്ലാം മാക്സിമം ഈ ഒരു ഡേയ്സിനുള്ളിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായിട്ടൊരു ടൈം, ഇന്ന ഡേറ്റിൽ സെക്ഷൻ എ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്നൊരു മോട്ടിവേഷനോട് കൂടി തന്നെ ചെയ്യുക. ഇനി സെക്ഷൻ എ കഴിഞ്ഞാൽ ഐ വിൽ പ്രിഫർ സെക്ഷൻ സി. സെക്ഷൻ എ ഞാൻ പറഞ്ഞല്ലോ റിലേറ്റീവ്ലി നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സെക്ഷൻ സിയിലാണ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് മേക്ക് ഓർ ബൈ ഡിസിഷൻസ്, അങ്ങനെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിൻ്റെ ഇതൊക്കെ വരുന്ന സമയത്ത് അതിനകത്ത് ചെറിയ ബുദ്ധിമുട്ട് വരാറുണ്ട്. ബ്രേക്ക് 1 point കണ്ടുപിടിക്കുകയൊക്കെ വളരെ ഈസിയാണ്, അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷേ അതിൻ്റെ ലേറ്റർ പാർട്ടിൽ വരുന്ന ചില ടോപ്പിക്സ് എന്താണ്, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് അഗെയിൻ ഞാൻ പറയുന്നത് ഒരു 8 days സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്, മിനിമം 8 days. ഓക്കെ, സോ നമ്മുടെ ഡേറ്റ് ഇപ്പം 17 തുടങ്ങുകയാണെങ്കിൽ 25 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം സെക്ഷൻ എ കംപ്ലീറ്റ് ആക്കും. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സെക്ഷൻ എ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 100 മാർക്കിൻ്റെ മോക്ക് എക്സാം ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള സോഫ്റ്റ്വെയർ ഏതാണോ ആ സോഫ്റ്റ്വെയറിൽ റാൻഡം ആയിട്ട് 100 ക്വസ്റ്റ്യൻസ് സെക്ഷൻ എയിൽ നിന്ന് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക,
വർക്കൗട്ട് ചെയ്യുക. അത് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അപ്പോഴേ ആൻസർ കിട്ടില്ല. നിങ്ങൾ എല്ലാ ആൻസറും ചെയ്തിട്ട് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. സോ ലാസ്റ്റാണ് മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു 100 MCQs നിർബന്ധമായിട്ട് ചെയ്യണം. 100 MCQs ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാലോ മിനിമം ഒരു 3 hours ഒക്കെ അതിന് വേണ്ടിയിട്ട് എക്സാമിനായിട്ട് ഇരിക്കേണ്ടി വരും. അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക. സോ അപ്പോഴത്തേക്ക് നമ്മുടെ ഡേറ്റ് April 25th ആവും. ഇനി 25th മുതൽ നമുക്കൊരു 8 days എന്ന് പറയുമ്പോൾ May 3rd വരെയാണ്. സോ May 3rd വരെ നമ്മൾ സെക്ഷൻ സിക്കാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. സോ സെക്ഷൻ സി അഗെയിൻ 8 days. അതിലും ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് 2 days എപ്പോഴും കോൺസെപ്റ്റുവൽ ലേണിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ദെൻ അഗെയിൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഈ ഒരു സാധനം റിപ്പീറ്റ് ചെയ്യുക. സോ May 3rd വീണ്ടും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന 100 MCQs മിനിമം എവിടെ നിന്ന് എടുക്കുക? സെക്ഷൻ സി നിന്ന് എടുക്കുക. സെക്ഷൻ സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ പ്രിഫർ സെക്ഷൻ ഇ. സെക്ഷൻ ഇ ആണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. രസകരമായ ടോപ്പിക്കാണ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അത്യാവശ്യം ഒരു ബേസിക് ലെവലിലുള്ള ആൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു 7 days ആണ് ഞാൻ മിനിമം റിക്വയർമെന്റ് പറയുന്നത്. അഗെയിൻ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ദിവസം എടുക്കാം, ബട്ട് ഞാൻ പറയുന്നത് ഒരു മിനിമം 7 days അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ്റെ കോൺസെപ്റ്റുവൽ ലേണിംഗ് ഒക്കെ പഠിക്കാൻ എനിക്കൊന്ന് 1 ദിവസം 1.5 ദിവസം മതി. ആക്ച്വലി ഒന്നിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 1.5 ദിവസം കൊണ്ട് എൻ്റെ ഫുൾ കോൺസെപ്റ്റും പഠിക്കാൻ പറ്റും. ദെൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, മാരത്തോൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, as much as questions നിങ്ങൾ ചെയ്യും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ പഠിച്ചതിൻ്റെ അകത്തുനിന്ന് അപ്പുറത്തേക്ക് പുതിയ എന്തെങ്കിലും കോൺസെപ്റ്റുവൽ നോളജ് ചില ക്വസ്റ്റ്യൻസിൽ കിട്ടും. അല്ല ചില ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ പുതിയതായിരിക്കും. അത്തരം ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും അതിൻ്റെ ക്വസ്റ്റ്യനും ഉത്തരവും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞ ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്തും ഇതുവരെ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു സാധനം പുതുതായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊരു ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഈ രീതിയിലാണ് അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ആ രീതിയിലുള്ള ഒരു നോട്ടിങ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇനി സെക്ഷൻ ഇ നമ്മൾ ഏകദേശം എത്ര ആകുമ്പോൾ കംപ്ലീറ്റ് ആവും? May 11th ആകുമ്പോഴത്തേക്കും നമ്മൾ സെക്ഷൻ ഇ കംപ്ലീറ്റ് ആവും. സോ 7 days ആണ് ഞാൻ മിനിമം റിക്വയർമെൻറ്റ് പറയുന്നത്. ഇനി May 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 12 ദിവസമാണ് ഞാൻ മിനിമം സെക്ഷൻ ബിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയുന്നത്. നമുക്ക് പാർട്ട് 2 ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്ക് തീർച്ചയായിട്ടും സെക്ഷൻ ബി ആണ്. സോ ഞാൻ മിനിമം 12 days ആണ് പറയുന്നത്, ബട്ട് യു ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ് അപ് ടു 15 or 16 days. അതിൽ കൂടുതൽ പോകരുത്, കാരണം അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലാഗായി പോകും. മിനിമം 12 days, മാക്സിമം 15 days. അത്രയും ദിവസത്തിനുള്ളിൽ സെക്ഷൻ ബി കവർ ചെയ്തിരിക്കണം. സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം റിസ്ക് ആൻഡ് റിട്ടേൺ ഒരു ദിവസം പോലും വേണ്ട, ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് റിസ്ക് ആൻഡ് റിട്ടേൺ. പിന്നെ നമുക്ക് ടൈം വേണ്ടുന്ന ഒരു ഏരിയയാണ് ലോങ് ടേം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. അതിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ലോങ് ടേം ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ വർക്കിംഗ് ക്യാപിറ്റലും അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. സോ ഇത് രണ്ടുമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു സെനാരിയോ എന്ന് പറയുന്നത്. അതേസമയം റൈസിംഗ് ക്യാപിറ്റൽ, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാം. ചെറിയ ടോപ്പിക്സ് ആണ്, വളരെ ചെറിയ ടോപ്പിക്സ് ആണ്. ഒരു ദിവസം പോലും വേണ്ട അതിൻ്റെ ഫുൾ കാര്യങ്ങൾ കവർ ചെയ്ത് പോകാനായിട്ട്. പിന്നെ അതിനകത്ത് കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ CMA USA പഠിക്കുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണ്. ഈ എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാൽക്കുലേഷൻസ്. ഇവൻ ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ തീരെ താല്പര്യമില്ലാത്തൊരു ഏരിയ ആയിരുന്നു. കാരണം അതിൻ്റെ കാൽക്കുലേഷൻ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് മൈൻഡ് യു, എക്സാമിന് അതിൽ നിന്ന് വലിയ രീതിയിൽ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല. സോ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻസ് ഏരിയയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്താലും അത് അത്ര വലിയൊരു ഡെസ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ചിലപ്പോൾ 1 ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ മാക്സിമം വരത്തുള്ളൂ, ചിലപ്പോൾ വരത്തു പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് സ്റ്റക്കായിട്ട് ഇരിക്കരുത്. തീർച്ചയായിട്ടും അത് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഫുൾ എഫർട്ട് തന്നെ പഠിക്കുക. ബട്ട് ഈ ഒരു ഡേയ്സ് എക്സീഡ് ആവാതെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഏകദേശം ഒരു May 23 അല്ലെങ്കിൽ 25 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെക്ഷൻ ബി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ തിയറിയിലേക്ക് വരുന്നത്. തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ്, എത്തിക്സ് ഉണ്ട്. സോ എന്നെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ടോപ്പിക്സ് ആണ്. പക്ഷേ ചില ആൾക്കാർക്ക് ഈ തിയറി അവർ പ്രോപ്പറായിട്ടൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാത്തതുകൊണ്ട് തെറ്റിക്കാറുണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു മീ റിസ്ക് മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് 3 to 4 days മതി. 3 മുതൽ 4 ദിവസം വരെ മതി കോൺസെപ്റ്റ് പഠിക്കാനും ഫുള്ള് ക്വസ്റ്റ്യൻ ചെയ്യാനും. എനിക്കൊന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ അല്ല. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആൻസർ ചെയ്ത് പോകാൻ പറ്റും. സോ എന്നെ സംബന്ധിച്ച് 3 to 4 days ആണ് സെക്ഷൻ ഡിക്ക് വേണ്ടി, റിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നത്. ആൻഡ് സെക്ഷൻ എഫ് പ്രൊഫഷണൽ എത്തിക്സ് ആണെങ്കിൽ പോലും 4 to 5 days അല്ലെങ്കിൽ മാക്സിമം 6 days, അതിനപ്പുറത്തേക്കുള്ള ദിവസം ആവശ്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് വേണം കൂടുതൽ സമയം അതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും തിയറി കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കണം. നോട്ട്സ് ഉണ്ട് അതിനകത്ത് പഠിക്കാനായിട്ട്. പ്രത്യേകിച്ചും FCPA ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ ഇൻറ്റേർണൽ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എഫിൽ പറയുന്നുണ്ട്. ദെൻ പുതുതായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുള്ള ബിസിനസ് ഫ്രോഡ്സ്, ടൈപ്സ് ഓഫ് ബിസിനസ് ഫ്രോഡ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഡേറ്റ എത്തിക്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പുതുതായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള, അതിന് ഫോക്കസ് കൊടുത്തിരിക്കണം. എന്തായാലും
മാക്സിമം 5 days ഒരു 6 days ആ റേഞ്ച് മതി എഫിനായിട്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ജൂൺ ഒരു ഫസ്റ്റ് വീക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ജൂൺ 2-ാം തീയതി 3 ആ ഒരു ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 5 days ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു 5 days ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പ്രീവിയസ് ഇയർ essay ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. essay ക്വസ്റ്റ്യൻസ് പഠിക്കുക. തൊട്ട് മുന്നത്തെ വിൻഡോയിൽ ചോദിച്ചിട്ടുള്ളതും ഹൈലി റിപ്പീറ്റഡ് ആയിട്ടുള്ള essay ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക. അത് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കാണാതെ പഠിക്കുക. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ആൻഡ് നിങ്ങളുടെ അതേ വിൻഡോയിൽ അല്ലെങ്കിൽ ആ ഒരു വിൻഡോയിൽ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. ലാസ്റ്റ് 3 days നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതായത് എല്ലാ സെക്ഷൻസിൽ നിന്നും റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് 100 MCQs വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. ആൻഡ് എക്സാമിന്റെ ഒരു ലാസ്റ്റ് ഡേയിൽ ഒരു 4 മണി 5 മണി ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും പഠിത്തം സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ലേറ്റ് നൈറ്റിൽ ഇരുന്നിട്ട് പിന്നെയും ഒന്നുകൂടെ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. യു നീഡ് പ്രോപ്പർ സ്ലീപ്പ്. ഒരു ആരോഗ്യം ശ്രദ്ധിക്കണം. നമ്മുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ആവണമെങ്കിലും ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ആവണമെങ്കിലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് ആവശ്യമാണ്. സോ എന്തായാലും ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ട് തന്നെ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന പരിപാടിക്ക് അവസാനിപ്പിക്കുക, പ്രത്യേകിച്ച് ലാസ്റ്റ് ഡേയ്സിൽ. ആൻഡ് നിങ്ങളുടെ എക്സാം സെന്റർ വളരെ ദൂരെയാണെങ്കിൽ പറ്റുമെങ്കിൽ തലേന്ന് തന്നെ ആ ഒരു എക്സാം സെന്ററിന് നിയർ ബൈ ആയിട്ടുള്ള പ്ലേസിൽ പോയി നിൽക്കാൻ ശ്രമിക്കാം. ബിക്കോസ് ഐ നോ സം സ്റ്റുഡൻസ് അവർക്ക് കൃത്യസമയത്ത് എക്സാം സെന്ററിൽ എത്താൻ പറ്റാതെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ട്രാഫിക്കും റെയിൽവേ സിസ്റ്റം ഒക്കെ അറിയാലോ. കറക്റ്റ് ടൈമിലൊന്നും എത്തണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കരുത്. നിങ്ങളുടെ എക്സാം ഫീ പിന്നെ റീഫണ്ട് ചെയ്ത് കിട്ടത്തുമില്ല. അതുകൊണ്ട് നേരത്തെ ചെല്ലാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അങ്ങനെ ചെന്ന് നിൽക്കുക. അതാകുമ്പോൾ ആ ടെൻഷൻ ഒഴിവാകും. ഈ രാവിലെ എത്തുമോ കറക്റ്റ് സമയത്ത് എത്തുമോ അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻസ്. ഞാൻ പറഞ്ഞതുപോലെ essay ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് പിന്നെ നോക്കിയാലും അല്ലെങ്കിൽ എക്സാമിലേക്ക് പോകുന്ന വഴിക്ക് വല്ല essay ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാലും പ്രശ്നമൊന്നുമില്ല. MCQസിന്റെ പഠിത്തമൊക്കെ തലേന്ന് തന്നെ മാക്സിമം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 ഇതുപോലെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ പാനിക് ആവേണ്ട. നിങ്ങളുടെ മുന്നിൽ ഇനിയും ടൈമുണ്ട്. പ്രോപ്പറായിട്ട് ഈ ഒരു ഷെഡ്യൂൾ വെച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നത് തന്നെയാണ്. നിങ്ങൾ ഇതിന് മുമ്പ് എഴുതി പരാജയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ഉണ്ട്. എവിടെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്, എവിടെയാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ തീർച്ചയായിട്ടും അതുകൂടെ മനസ്സിലാക്കി എവിടെയാണ് പോരായ്മ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. സോ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് ടീം ബിയോൺസ് സൈനിങ് ഓഫ്. ബൈ.